വിശുദ്ധ കുരിശിൻ്റെ ചരിത്രം. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മരണശേഷം റോമിലൊരു അധികാര മത്സരം നടന്നു. ബ്രിട്ടാനിയയിലെ റോമൻ പടയാളികൾ കോൺസ്റ്റന്റൈനെ ചക്രവർത്തിയെ തിരഞ്ഞെടുത്തു. എന്നാൽ മുൻ ഉപചക്രവർത്തിയുടെ മകനായിരുന്ന മാക്സിൻഷ്യൂസ് ചക്രവർത്തി പദത്തിന് അവകാശമുന്നയിച്ചുകൊണ്ട് കോൺസ്റ്റന്റൈനെ വെല്ലുവിളിച്ചു. AD 312 ഒക്ടോബറിൽ ടൈബർ നദിക്ക് കുറുകെയുള്ള മിൽവിയൻ പാലത്തിൽ അവർ പരസ്പരം ഏറ്റുമുട്ടി. മാക്സിൻഷ്യൂസിൻ്റെ വലിയ സൈന്യത്തെ കണ്ട് കോൺസ്റ്റന്റൈൻ ഭയചകിതനായി ഉറക്കം വരാതെ രാത്രിയിൽ ആലോചന നിമഗ്നനായി പുറത്ത് ഉലാത്തിക്കൊണ്ടിരുന്ന കോൺസ്റ്റന്റൈൻ പെട്ടെന്ന് ആകാശത്തൊരു അടയാളം കണ്ടു. അടയാളത്തോടൊപ്പം ഇങ്ങനൊരു എഴുത്തുമുണ്ടായിരുന്നു: ഈ അടയാളത്തിൽ നീ വിജയം വരിക്കും. കോൺസ്റ്റന്റൈൻ ആകാശത്തിൽ കണ്ട അടയാളം കുരിശായിരുന്നു എന്നാണ് ജീവചരിത്രകാരനായ കേസറിയയിലെ യൗസബിയൂസ് പറയുന്നത്. അതേ രാത്രിയിൽ തന്നെ ഈശോമിശിഹ സ്വപ്നത്തിൽ കോൺസ്റ്റന്റൈന് പ്രത്യക്ഷപ്പെട്ട് യുദ്ധത്തിൽ സംരക്ഷണമുതലായി തൻ്റെ അടയാളം ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചുവെന്നും പറയപ്പെടുന്നു. അടുത്ത ദിവസം മുതൽ മിശിഹായുടെ കുരിശിൻ്റെ അടയാളമുള്ള പതാകയുമേന്തി യുദ്ധം തുടങ്ങിയ കോൺസ്റ്റന്റൈൻ തൻ്റെ പടയാളികളും കൂടെ ശക്തരായ എതിരാളികളെ നിശേഷം പരാജയപ്പെടുത്തുകയും കോൺസ്റ്റന്റൈൻ റോമാ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയായി തീരുകയും ചെയ്തു. ക്രിസ്തീയ വിശ്വാസവും ആരാധനാ സ്വാതന്ത്ര്യവും റോമാ സാമ്രാജ്യത്തിലെങ്ങും സാധ്യമാക്കിയ AD 313 പ്രശസ്തമായ മിലാൻ വിളംബരത്തിന് സാഹചര്യമൊരുക്കിയത് ഈ വിജയമെന്നാണ് പാരമ്പര്യം. തുടർന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായിരുന്ന ഹെലേന രാജ്ഞി തൻ്റെ 80-ാം വയസ്സിൽ പാലസ്തീനയിലേക്ക് യാത്രയായി. ഈശോയെ തറച്ച കുരിശ് കണ്ടെടുക്കണമെന്ന ആഗ്രഹമായിരുന്നു ഈ യാത്രയുടെ പിന്നിൽ. കാൽവരിയിലെ ചപ്പുചോറുകൾ നീക്കിയപ്പോൾ 3 കുരിശുകൾ രാജ്ഞി കണ്ടെത്തി. ജെറുസലമിലെ മെത്രാനായിരുന്ന വിശുദ്ധ മക്കറാന്യൂസിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശ് തിരിച്ചറിയാൻ 3 കുരിശുകളും ഒരു മൃതദേഹത്തിൻ്റെ മേൽ സ്പർശിച്ച് അവർ പരീക്ഷിച്ചു. പ്രാർത്ഥനാപൂർവ്വം നടത്തിയ പരിശ്രമങ്ങളിലൂടെ ക്രിസ്തുവിനെ തറച്ച കുരിശ് അവർ തിരിച്ചറിയുകയും ഭക്ത്യാദരങ്ങളോടെ അത് പുതിയ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തുവെന്ന് പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു. ആ ദിനം വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായി ആചരിച്ചിരുന്നു. സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ എന്നും പറയപ്പെടുന്നു. വിശുദ്ധ കുരിശിനോടുള്ള പ്രത്യേകമായ ഭക്തിയും വണക്കവും തിരുസഭയിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. മിശിഹായുടെ തൻ്റെ അടയാളമായി വണങ്ങപ്പെടുന്ന കുരിശ് പ്രത്യാശയുടെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. ഇനി പ്രാർത്ഥന. വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥന. ഓ ആരാധ്യനായ ദൈവമേ, രക്ഷകനായ യേശു ക്രിസ്തുവേ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ. വിശുദ്ധ കുരിശേ, എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എനിക്ക് നിത്യജീവൻ നൽകണമേ. ഓ ക്രൂശിതനായ നസറായക്കാരൻ യേശുവേ, ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുരക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖവെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക്കതോമസും ഔസേപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. കർത്താവായ യേശുവെ, എന്നിൽ കനിയണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഭയം കൂടാതെ കുരിശ് വഹിക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ. അങ്ങയെ അനുഗമിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ. ആമേൻ.